ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇൻട്രോ പറയുന്ന കുറേ നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ പോലെ വാപ്പച്ചിയുടെ മരണം ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ കുറേയൊക്കെ മൊത്തത്തിലായിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഞാൻ ഒക്കെ ആയി, എൻ്റെ കാര്യങ്ങളും റൊട്ടീനൊക്കെ പഴയതുപോലെയൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ എനിക്ക് കുറേ നാൾ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാണ്ട് ഇരുന്ന് എനിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സംസാരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അസർ പറഞ്ഞു നമുക്കിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം ബാക്ക് ടു നോർമലായി. ഞാൻ ക്ലാസ്സിൽ പിന്നെയും പോയി തുടങ്ങി. ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു 3 മാസം കൂടി എന്തോ ഉള്ളൂ. 3 മാസം ഇല്ലയെന്ന് തോന്നുന്നു എൻ്റെ കോഴ്സ് തീരാനായിട്ട്. ഞാനിപ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ സോഫ്റ്റ്വെയർസ് പഠിച്ചുകൊണ്ടിരിക്കുക. ആർക്കിടെക്ചറൽ ബിം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർസ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്നു. പിന്നെ എന്തുവാ, വീട്ടിൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയപ്പോഴത്തേക്കും കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടപ്പോൾ അവരൊക്കെ ഉമ്മച്ചീനെ പറ്റിയൊക്കെ അന്വേഷിച്ചു. ഉമ്മച്ചി ഇപ്പോൾ നമുക്ക് മുസ്ലിംസിന് അറിയായിരിക്കും, മറ ഇരിക്കുവാണ്, ഇരിക്കുവാണ്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിലും ഉമ്മച്ചിക്ക് ഊഹിക്കാമല്ലോ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും എന്ന്. അപ്പോൾ ഉമ്മച്ചിയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനിപ്പോൾ വീക്കെൻഡ്സിൽ വീട്ടിൽ പോകാറുണ്ട്, അല്ലാത്തപ്പോൾ ഇവിടെ ക്ലാസ് ഇപ്പോൾ കുറേ മിസ്സായി, അതുകൊണ്ട് ക്ലാസ്സൊക്കെ പോയി അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, ഞാൻ എല്ലാ കമൻസും വായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കമൻസിൽ ഇങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, തള്ളേനെ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കമൻറ്റ് കണ്ടു. യെസ് ഗൈസ്, ഞാൻ നന്നായി തടിച്ചു. എനിക്ക് തോന്നുന്നത് ഏകദേശം 10 കിലോടെ അടുപ്പിച്ച് ഞാൻ കൂടിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. മുഖമൊക്കെ കണ്ടില്ലേ, ബോള് കണക്കായി. എനിക്കതിൽ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് അസുർ ചോദിക്കാറുണ്ട്, എടി നീ തടിക്കുമ്പോൾ നിനക്ക് ഒരു ഇതും തോന്നാ? ഞാൻ പറയും ഇത് എനിക്ക് ഒന്നും തോന്നാറില്ല, തടിക്കുന്നതിന് എന്താ നല്ലതല്ലേ. ഒന്നതായിരുന്നു ബോഡി ഷേമിങ്. ഞാൻ ആരും ബോഡി ഷേമിങ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ. പിന്നെ തലയിൽ ഷോൾ ഇടുന്നില്ല. എനിക്കൊരു ഭയങ്കര ഞാൻ ആ കമൻറ്റിന് റിപ്ലൈയും കൊടുത്തായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കമൻ്റ് ആയിരുന്നു അത്. എന്ന് വെച്ചാൽ കമൻറ്റ് ഇങ്ങനെ എന്തോ ആയിരുന്നു, ഇതാണോ മരിച്ച വാപ്പച്ചിക്ക് കൊടുക്കുന്ന സന്തോഷമോ അങ്ങനെ എന്തോ ചോദിച്ചിട്ട്. അതായത് ഞാൻ ഷോൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ ഇടുന്നത്. അപ്പം ഇങ്ങനെ എന്തോ ചാടിപ്പോയപ്പോഴത്തേക്കും ഒരു വീഡിയോ ഷോർട്സിൽ ഞാനൊരു കമൻ്റ് കണ്ടു, ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തു. അതായത് ഓരോ വ്യക്തികൾക്കും വിഷമമുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ഉള്ളിൽ കയറി ആർക്കും നോക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് വിഷമമുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അറിയുന്നത് ഞാൻ, ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ പോലും അറിയണ്ടായിരിക്കില്ല. ഞാൻ ചിലപ്പോൾ അസുറമായിട്ട് അത് ഷെയർ ചെയ്യുമായിരിക്കും. ഓരോ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വിഷമിച്ചൊന്നും ഇരിക്കുന്നില്ലെങ്കിലും എല്ലാപ്പോഴും ഒരുപോലെ ഇരിക്കില്ല. എനിക്കും വിഷമം വരാറുണ്ട്, എൻ്റെ വാപ്പച്ചീനോർത്ത് എനിക്കും വിഷമം വരാറുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന മോശം. ഞാൻ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈയും കൊടുത്തു വെച്ചാൽ ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാത്ത ആളാണ്. പക്ഷെ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ കൊടുക്കണമെന്ന് തോന്നി. എല്ലാവരുടെയും വിഷമം ഉള്ളിലുണ്ടാവും. പിന്നെ മരിച്ചു പോയവർക്ക് നമുക്കിനി ചെയ്യാമെന്നുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് ഖുർആൻ ഓതാം, അത് ചെയ്ത്. അല്ലാണ്ട് ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി എന്താ പറയുക വിഷമിച്ച് കരഞ്ഞൊന്നും ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ ലൈഫായിട്ട് നമ്മളും ഒരു ദിവസം മരിക്കും. അപ്പം നമ്മുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കുക. വെറുതെ ബാക്കിയുള്ളവരെയൊക്കെ വിഷമിപ്പിച്ച് എന്തിനാ വെറുതെ നമ്മൾ ആ കുറ്റവും കൂടി എടുത്ത് നമ്മുടെ തല വയ്ക്കുന്നത്. ഇത് രണ്ടുമാണ് ഞാൻ പറയണമെന്ന് മെയിനായിട്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ന് പറഞ്ഞാൽ മുന്നത്തെ, അതായത് ഞങ്ങളുടെ കല്യാണത്തിന് മുന്നത്തെ ഉള്ള വീഡിയോസിലൊക്കെ വേറെ ഒരു സ്കിൻ ടൈപ്പും ഒക്കെയാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ എന്താ വ്യത്യാസം വന്നത്? കല്യാണം കഴിഞ്ഞപ്പോഴല്ല, ശരിക്കും ഞാൻ ഒരു കല്യാണത്തിൻ്റെ 1 മന്ത് മുന്നേ തന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് എൻ്റെ സ്കിന്നിന് പറ്റുന്ന കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് സ്കിൻ കെയർ യൂസ് ചെയ്യും. ഇപ്പം പിന്നെ കുറച്ച് ഇപ്പം ഞാൻ നല്ല കുറവാണ് ചെയ്യുന്നത്. പിന്നെ ആ ടൈമിലൊക്കെ രാത്രി ഞാൻ മറ്റേ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് നല്ല കറക്റ്റായിട്ട് പക്കായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നു ഗൈസ്. നമ്മൾ സ്കിൻ കെയർ ചെയ്താലുണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് തന്നെ അത് നിൽക്കും. അതായത് കുരുപ്പോ ഒന്നും ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫുഡും കുറേയൊക്കെ കൺട്രോൾ ചെയ്യണം. അതായത് ഓയിലി ഫുഡൊക്കെ നമ്മൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഗൈസ് നല്ല അടിപൊളിയായിട്ട് ഗ്ലോയിങ് ആയിട്ട് നിൽക്കും ഗൈസ്. അപ്പം വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്കിൻ നിങ്ങൾ കമൻറ്റ് വേണമെന്ന്, വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോ സെപ്പറേറ്റ്
ലോങ് വീഡിയോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കൊച്ചു ബ്രാൻഡ്സ്, ഒരുപാട് വില കൂടിയതൊന്നുമല്ല, എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് ഒരുപാട് വില കൂടിയതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഗൈസ്. അപ്പം ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാം. അതായത് എൻ്റെ സ്കിൻ കെയർ എങ്ങനെയാണ്, അതിപ്പോൾ നൈറ്റും ഉണ്ടാവും ഡേ ഉണ്ടാവും. നൈറ്റ് നമ്മൾ ഉറങ്ങണയ്ക്ക് മുന്നേ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ ഇല്ലേ, അതും രാവിലെ എണീറ്റിട്ട് നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയറും വേണമെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. മെയിനായിട്ട് ഞാൻ ഭയങ്കര ഇതായിട്ട് ഇളകിയാ സംസാരിക്കുക ഗൈസ്. ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടറിന് ഞാൻ ഭയങ്കര എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് ഭയങ്കര സൗണ്ടാണ്, അത് രണ്ടാമത്തെ കാര്യം. എനിക്ക് ഭയങ്കര സൗണ്ടാണ്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര എല്ലാ സകല എനർജി എടുത്തിട്ടേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അസറുടെ എനർജി എനിക്ക് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു എനർജീനെ മാച്ച് ചെയ്യുന്ന രീതിക്കേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. പിന്നെ നെഗറ്റീവ് ഇടുന്നവർക്ക് എന്ത് ഇടാമല്ലോ, നമ്മളൊക്കെ പാവങ്ങൾ. അപ്പോൾ അല്ലാതെ ഞാനങ്ങനെ ഓവറാക്കി സംസാരിക്കുന്നൊന്നുമല്ല, ഞാൻ നോർമലി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. എന്ന് വെച്ചാൽ വീഡിയോക്ക് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ നോർമലായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ, എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ബിക്കോസ് ഞാനങ്ങനെ എനിക്ക് രഹസ്യം പറയാൻ പോലും അറിയത്തില്ല. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലേ, സ്കൂളിലല്ല കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും അത് ഫ്രണ്ടിൽ നിൽക്കുന്ന സാറിനെയൊക്കെ ആയിരിക്കും. സാർ പറയും, ഫസ്റ്റ് രഹസ്യമാണോ പറഞ്ഞത്, എന്നാൽ ഇവിടെ കേട്ടു കേട്ടോ എന്ന് പറയും. അത്ര സൗണ്ടാണ് എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി വെള്ളിത്തരമൊക്കെ ഉണ്ട് കേസ്, അതൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. ജനിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ. അറ്റ് ലാസ്റ്റ് ഞാൻ ഇന്നലെ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും തുറക്കാൻ വയ്യായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും കുറേ പേര്, അതായത് ഉമ്മിയുടെ സ്കൂളിലത്തെ ടീച്ചേഴ്സ്, അല്ലാതെ വേറെ റിലേറ്റീവ്സ് ഉമ്മീനെ വിളിക്കുന്നത്, അസ്രുവിൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് അല്ല എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. എടീ എല്ലാവരും പറയുന്നത് ഇതാ, വീഡിയോയുടെ കമൻറ്റ് മൊത്തം നീ പ്രഗ്നൻ്റ് ആണെന്നാണല്ലോ, ഇനി എങ്ങാനും പ്രഗ്നൻ്റ് ആയ. ഞാൻ പറയുന്നത് എന്തുവാ ഇത് എന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങളടുത്ത് ഗസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞോളൂ, നിങ്ങളതിൽ പ്രഗ്നൻ്റ് എന്നൊക്കെ പറയുന്നത് എന്തിനാ? 5 മാസമായെന്ന് ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി, നല്ല ഗർഭിണിയായിരുന്നല്ലോ. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയടി സർപ്രൈസ് ആണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഈ സർപ്രൈസ് ഒന്നും ഇല്ല, വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അതെന്താന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.